ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ ഫിനിക്സ് ഗേൾ ഭാഗം 22 തുടരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക്. ലേബറും കരച്ചിലിന്റെയും വേദനകളുടെയും അവസാനം കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ മിയയുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞിരുന്നു. കുഞ്ഞ് കരയുന്നത് കണ്ട് അവൾ പുഞ്ചിരിയോടെ വേദനയിൽ തളർന്നു കിടക്കുന്ന പെൺകുട്ടിയെ നോക്കി. കരഞ്ഞ് തളർന്നു കിടക്കുമ്പോൾ കൂടി കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിലും മരണതുല്യമായ വേദന അനുഭവിക്കുന്ന അവസാനം തന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഏതു പെണ്ണും ചിരിക്കും. ആ നിമിഷം അവളിലെ അമ്മ ജനിക്കുകയായിരിക്കും. മിയ കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടി. പെൺകുഞ്ഞാണ്. എപ്പോഴും ഇങ്ങനെയുള്ള നിമിഷങ്ങളെ കടന്ന് മിയ പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ഈ കാഴ്ചകൾ അവൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിനെന്നും ഒരു പുതുമയുണ്ടായിരിക്കും. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി ആ കുട്ടിയുടെ കുടുംബത്തിന്റെ നന്ദിയും അനുഗ്രഹവും വാങ്ങി തന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോകുമ്പോൾ അവൾ ശരിക്കും തളർന്നിരുന്നു. രാവിലെ പെട്ടെന്ന് 2 കേസ് വന്നതിനാൽ ലേബർ റൂമിൽ രാവിലെ കയറിയതാണ്. ഭക്ഷണമോ വെള്ളമോ ഈ നിമിഷം വരെ അവളുടെ ഉള്ളിൽ ചെന്നിട്ടുമില്ല. മിയ മുഖവും കൈയും കഴുകിയിട്ട് വെള്ളം കുടിക്കാനായി തന്റെ ബോട്ടിൽ എടുത്ത് ഇരുന്നു. ശേഷം ഫോൺ എടുത്ത് മൗനിയെ വിളിച്ചു. ബെല്ലടിച്ച് തീരാറായിട്ടും അവൾ എടുത്തില്ല. രാവിലെ താൻ വന്നപ്പോൾ അവൾക്ക് ഒട്ടും വയ്യായിരുന്നല്ലോ. ഇനി എന്തെങ്കിലും. പെട്ടെന്ന് ഉള്ളിൽ ടെൻഷൻ നിറയുന്നതറിഞ്ഞ മിയ പിന്നെയും അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറുവശത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലെന്ന് മനസ്സിലായതു മിയയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം മുളപൊട്ടി. ഭക്ഷണത്തിലിട്ട കൈ വേഗം കഴുകിക്കൊണ്ട് അവൾ മൗനിക്ക് അരികിലേക്ക് പോകാൻ തയ്യാറായി. മറ്റു കേസുകളൊന്നും ഇല്ലാത്തതിനാൽ ലീവ് എടുത്തു പോകാൻ അവൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ശേഷം ഫ്ലാറ്റിന് താഴെ കൊണ്ട് കാർ പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്തിനു വേണ്ടിയോ തന്റെ ഉള്ളു വല്ലാതെ മിടിക്കുന്നത് മിയയ്ക്ക് ഒരു അപായ സൂചന പോലെ തോന്നി. ലിഫ്റ്റ് ഇറങ്ങി തന്റെ ഫ്ലാറ്റിനെ ലക്ഷ്യമാക്കി അവൾ ഓടുകയായിരുന്നു. ബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കാതെ ആയതും അവൾ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി. എന്നാൽ അകത്ത് കയറിയിട്ടും മൗനിയെ കാണാതെ ആയതിനാൽ അവളുടെ പേര് വിളിച്ചു. പക്ഷേ അപ്പോഴും ഒരു അനക്കവും ഉണ്ടായില്ല. എന്നാൽ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതിനാൽ മിയ വേഗം അവിടേക്ക് ചെന്ന് നോക്കി. വാതിൽ ഓപ്പൺ ആണ് എന്ന് മനസ്സിലായതിനാൽ അവൾ അതിന്റെ ഉള്ളിലേക്ക് മൗനിയുടെ പേര് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ ഉള്ളിലേക്ക് കയറിയതും അവളുടെ കാലിൽ വെള്ളത്തിന്റെ നനവ് അനുഭവപ്പെട്ടു. ഞെട്ടലോടെ അവൾ കാലിലേക്ക് നോക്കി. ആ വെള്ളത്തിന് രക്തത്തിന്റെ നിറമായിരുന്നു. പലതും മനസ്സിൽ കടന്നുപോയി. എങ്കിലും പ്രാർത്ഥനയോടെ അവൾ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തേക്ക് നോക്കി. ഒന്നേ നോക്കിയുള്ളൂ മിയ. വിറയലോടെ അലറിക്കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് നിന്നുപോയി. ബാത്ടബിൽ കൈകൾ മുറിച്ച നിലയിൽ മൗനി. അവളുടെ കൈകളിൽ നിന്നും ഇറങ്ങുന്ന ബ്ലഡ് ആ വെള്ളത്തിൽ കലർന്നു അവിടെ മുഴുവനുമുള്ള വെള്ളത്തിൽ ചുവത്തുന്ന നിറം കലർന്നിരുന്നു. കുറച്ച് നിമിഷങ്ങൾ എടുത്തു മൗനിക്ക് സ്ഥലകാലബോധമുണ്ടാകാൻ. അവളുടെ സുഹൃത്തിനു മുകളിലെ അവളിലെ ഡോക്ടർ ഉണർന്നു. തന്റെ മനസ്സിനെ തന്റെ കൺട്രോളിലാക്കിക്കൊണ്ട് മൗനിക്ക് നേരെ അവൾ പാഞ്ഞു. എത്ര ഡോക്ടറാണെന്ന് പറഞ്ഞാലും സ്വന്തം ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കണ്ടാൽ അവർ തറന്നു പോകും. എന്നാൽ നീ അവിടെ ഉണർന്നു പ്രവർത്തിച്ചു. അവൾ വേഗം മൗനിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായതും മിയ വേഗം ഓടിപ്പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. മുറിവ് കെട്ടിവെച്ചതിന് ശേഷം ബാത്ടബിൽ കിടക്കുന്ന മൗനിയെ ആയാസപ്പെട്ട് വലിച്ചു പുറത്തെടുത്തു. സൈഡിലേക്ക് നീക്കി കിടത്തി. എന്നിട്ട് വേഗം ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്തു. ആംബുലൻസ് എത്തി അവളെ കൊണ്ടുപോകുമ്പോഴെല്ലാം മിയ നെഞ്ചിരിപ്പോടെ അവൾക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മിയ എന്താണ് ആലോചിക്കുന്നത്? തനിക്കരികിൽ ആലോചനയോടെ ഇരിക്കുന്നവളെ തട്ടി വിളിച്ചുകൊണ്ട് മൗനി ചോദിച്ചു. അതോ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അന്നത്തെ ദിവസമാണ് എന്റെ മുന്നിൽ. ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. എന്നോട് ദേഷ്യമാണല്ലേ? മൗനി വേദനയോടെ ചോദിച്ചു. ഇല്ലെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ തിരിച്ചു ബോധം വന്ന സമയത്തുള്ള നിന്റെ ഭാവങ്ങൾ, സമനില തെറ്റിയതുപോലെയുള്ള ചെയ്തികൾ, ആ നിമിഷം എനിക്കുള്ളിൽ നിന്നെല്ലാം അതെല്ലാം മാഞ്ഞുപോയിരുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ? മൗനി പിന്നെയും ചോദിച്ചു. അത് മാത്രമല്ല മൗനി, ലാവണ്യ അവൾ എന്നെ വന്ന് കണ്ടിരുന്നു. നിനക്കുണ്ടായത് എല്ലാം അറിഞ്ഞു. അപ്പോഴായിരുന്നു ശരിക്കും ദേഷ്യം തോന്നിയത്. നിന്റെ അവസ്ഥ മോശമാകുന്നത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നത് മാത്രമായിരുന്നു മുന്നിൽ. മികയുടെ വാക്കുകൾക്ക് മുന്നിൽ മൗനിയുടെ തല അറിയാതെ കുടുങ്ങിപ്പോയി. ഒരു പക്ഷേ മിയയുടെ വാക്കുകൾ താൻ കേട്ടിരുന്നെങ്കിലെങ്കിൽ ഇന്നിങ്ങനെ ഒരു പക്ഷേ. എന്നാൽ മിയ അവളുടെ അവസ്ഥ അറിഞ്ഞിട്ടും ചേർത്ത് പിടിക്കാൻ നിന്നില്ല. പകരം ഒരു ചോദ്യം അവൾ മൗനിക്ക് നേരിട്ടു. ഇനി എന്താ നിന്റെ പ്ലാൻ? നീ പറഞ്ഞതുപോലെ തന്നെ മൗനി എന്നൊരാൾ എവിടെ എന്ന് പോലും ഇന്ന് അറിയാതെ ഇരിക്കാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. മിയ, ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മുടെ കാര്യത്തിൽ? മൗനി പിന്നെയും ചോദിച്ചു. ഇല്ല, ഈ 6 മാസം എനിക്ക് ചുറ്റുമുള്ള കണ്ണുകളെ കബളിപ്പിച്ച് നിൽക്കാമെന്ന് എനിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിയ വശ്യമായ ചിരിയോടെ മൗനിയെ നോക്കി പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നിന്നും മൗനി മുഖമുയർത്തി അവളെ നോക്കി. നിമിഷ നേരം കൊണ്ട് മൗനിയുടെ മുഖത്തെ സൗമ്യത മാറി ദേഷ്യത്തിൽ ഉറപ്പോടെ അവളെ നോക്കി പറഞ്ഞു. മിയ, അപ്പോൾ തുടങ്ങാമല്ലേ? കൊല്ലണം എല്ലാത്തിനും. പെണ്ണിന്റെ ശരീരം ഭോഗ വസ്തുവായി കാണുന്ന ഒരുത്തരും ഒരു ഭൂമിയിൽ വേണ്ട. മൗനി, ഞാനുണ്ട് നിനക്കൊപ്പം. എന്തിനും. അതിനു മുമ്പേ ഒത്തുകൂടെ ചോദിക്കുകയാണ്, ഉറപ്പാണോ നിനക്ക്? മുന്നോട്ടുള്ളത് ആലോചിച്ച് തന്നെയല്ലേ? എന്താ മിയ, നിനക്ക് പേടിയുണ്ടോ? എന്ത് പേടി? നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നിന്റെ മനസ്സ് മാറരുത്. കേസ് ഒന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. മിയ അവസാനം പറഞ്ഞ വാക്കിലെ ഉറപ്പറിഞ്ഞതും അവൾ വല്ലാതെ ചിരിക്കാൻ തുടങ്ങി. മനസ്സിന്റെ സമനില തെറ്റിയവൾക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നീതിപീഠത്തിൽ നൽകാൻ കഴിയുക, അല്ലേ? ആ നിമിഷത്തിൽ മൗനിയുടെ ഉള്ളിൽ നിറഞ്ഞ ചിരിയിൽ വല്ലാത്ത ക്രൂരതയുണ്ടായിരുന്നു. അവളുടെ ചിരിയെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന മിയയിലും അതേ ഭാവം സ്വീകരിച്ചു. തുടരുന്നു.